നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. കേരളം ആര് ഭരിക്കാൻ, ആരുടെ നേതൃത്വത്തിൽ അടുത്ത ഭരണം സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ഏപ്രിൽ 9 നമ്മുടെ ഇലക്ഷൻ അവസാനിച്ചു. ബാലറ്റ് തുറന്നെണ്ണുന്നത് മെയ് 4 അന്നാണ് നമുക്ക് അറിയാൻ കഴിയുക ഏത് പാർട്ടിയാണ് ജയിക്കുക. എങ്കിലും ഒരു പ്രോബബിലിറ്റി UDF-നാണെന്ന് എല്ലാ നിരീക്ഷകരും പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും നമ്മളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളം ഭരിക്കേണ്ടത് UDF ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, കോൺഗ്രസിൻ്റെതായ ഒരു രീതിയുണ്ട്. തീർച്ചയായിട്ടും ഗ്രൂപ്പ് കളി, വടംവലി മുതലായവ അതിൻ്റെ ഭാഗം ആണ്. നമ്മൾ കർണാടകത്തിൽ കണ്ടു എങ്ങനെയാണ് DK ശിവകുമാർ, സിദ്ധാരാമയ്യ തമ്മിൽ ഒരു ഗ്രൂപ്പ് വഴക്ക് നടന്ന് ചർച്ചകളുമായിട്ട് 1-2 ആഴ്ച തള്ളി നീക്കിയതെന്ന്. അവസാനം കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ സിദ്ധാരാമയ്യക്ക് വരികയായിരുന്നു. അത്തരം സാഹചര്യം കേരളത്തിലും ഉണ്ടാവാം. ഒരുപക്ഷെ അത്ര തന്നെ പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കലില്ലെങ്കിലും തീർച്ചയായിട്ടും 1-2 ആഴ്ച നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കമാൻഡിൽ നിന്ന് വരിക, MLA-മാരുടെ നിന്ന് അഭിപ്രായം എടുക്കുക തുടങ്ങിയവ സംഭവിക്കാം. ദീപ്ദാസ് മുൻഷി പറയുകയുണ്ടായി, 1-ൽ കൂടുതൽ CM കാൻഡിഡേറ്റ്സിന് അർഹിക്കുന്നവർ കേരളത്തിലുണ്ട്. ജയിച്ചു വരുന്നവരിൽ നിന്ന് തീരുമാനമെടുക്കും ഹൈക്കമാൻഡ്. അതുവരെ പരസ്യ ചർച്ചയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഈ കഴിഞ്ഞ 14-ാം തീയതി VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തങ്ങളുടെ ഭാഗത്തേക്ക് ആൾക്കാരെ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്നത് ആരായിരിക്കും സാധ്യത. പ്രത്യക്ഷത്തിൽ 3 പേരേ ഉള്ളൂ. അവരിൽ ആയിരിക്കും നമ്മളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കേണ്ടത്. അതിൽ ആദ്യത്തെ ആള് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ നിങ്ങൾക്ക് അറിയാത്ത സ്ഥാനാർത്ഥിയല്ല, അതാണ് അദ്ദേഹത്തിനുള്ള മേജർ സെറ്റ് ബാക്ക്. പക്ഷെ അദ്ദേഹം ഹൈക്കമാൻഡിൽ നല്ല നല്ല പ്രഷർ ചെലുത്താൻ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ പ്രിയപ്പെട്ട ആളാണ്. മഹിളാ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് അദ്ദേഹം. ഷാഫി ഗ്രൂപ്പ് അദ്ദേഹത്തെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മഹിളാ കോൺഗ്രസ് അദ്ദേഹത്തെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസ് ഒരു 75 മുതൽ 85 സീറ്റിന്റെ ഇടയിലാണ് കിട്ടുന്നതെങ്കിൽ ഒരു MLA-യെ രാജിവെപ്പിച്ചുകൊണ്ട് വീണ്ടും മത്സരിക്കാൻ വേണുഗോപാലിന് ടിക്കറ്റ് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഹൈക്കമാൻഡ് ഒരു 75 സീറ്റൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ അങ്ങനത്തെ റിസ്ക് എടുക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ സാധ്യത 90 സീറ്റിന് മുകളിൽ കോൺഗ്രസും UDF-ഉം നേടുകയാണെങ്കിൽ മാത്രമേ നിലവിൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഈ 2-ൽ ഒരാൾ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഇനി നമുക്ക് അടുത്ത കാൻഡിഡേറ്റ് ആയ VD സതീശനെ നോക്കാം. VD സതീശൻ 5 തവണ പറവൂരിൽ നിന്ന് MLA ആയതാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ കാര്യമായ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ജയിച്ചു വന്ന വ്യക്തിയാണ് VD സതീശൻ. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. ശക്തമായ പ്രതിപക്ഷ നേതൃത്വം നൽകി എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ജയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സവിശേഷതയാണ്. പല കാര്യങ്ങളിലും പാർട്ടി അഭിപ്രായത്തിന് വിരുദ്ധമായി പോവുകയും എന്നിട്ട് റിസൾട്ടിലൂടെ താൻ പറഞ്ഞതാണ് ശരിയെന്ന് വരുത്തുകയും ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ ജയത്തിലൂടെ അദ്ദേഹം തന്റെ അധീശത്വം ഉറപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. അതിന്റെ പേരിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടെങ്കിലും പാർട്ടിയുടെ ഇമേജ് ഒരു പരിധിവരെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് ആ നടപടിയായിരുന്നു എന്ന് നമുക്ക് തുടർന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തെ ചെറുപ്പക്കാരായ MLA-മാരുടെ ഇടയിൽ നല്ല സ്വാധീനമുള്ളതായി കാണാം. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത VT ബൽറാം, ചാണ്ടി ഉമ്മൻ, VS ജോയ്, മുഹമ്മദ് ഷിയാസ് തുടങ്ങിയ ആൾക്കാരാണ്. മറ്റാൾക്കാർ സപ്പോർട്ട് ചെയ്തുകൂടാ എന്നല്ല. എന്നിരുന്നാലും VD സതീശനെ ഇത്രയും പേർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഒരു ശക്തനായ CM കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ആൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. മമതാ ബാനർജിയുടെ ഒക്കെ അത്ര തന്നെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലത്ത് രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്രയും സീനിയറായ നേതാവാണ്. മുൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് തുല്യമായ ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം അദ്ദേഹം കൈയാളിയതാണ്. KPCC പ്രസിഡന്റ് ആയിരുന്നു. നല്ല ഒത്തിണക്കത്തോടു കൂടി ഉമ്മൻചാണ്ടിയുമായി അദ്ദേഹം പോയതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് പഴയ AI ഗ്രൂപ്പ് ഭേദമന്യേന സപ്പോർട്ട്, പഴയ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. സുധാകരൻ, മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതലായവർ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യാനാണ് VD സതീശനേക്കാളും സാധ്യത കൂടുതൽ.
അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്നതായി കാണാൻ കഴിയും. രണ്ടാമത്, സമുദായ സംഘടനകളായ NSS, SNDP എന്നിവർക്ക് VD സതീശൻ അത്ര പ്രിയങ്കരനല്ല. അതിനുള്ള കാരണം VD സതീശന്റെ ഓപ്പണായിട്ട് താൻ സമുദായ നേതാക്കളുടെ തിണ്ണം നിറങ്ങുന്നവനല്ല മുതലായ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ദോഷം ചെയ്യാൻ നല്ല സാധ്യതകൾ ഞാൻ കാണുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല സുകുമാരൻ നായരുടെ പ്രിയപ്പെട്ട പുത്രനാണ്. രമേശിനെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തണം എന്ന് സുകുമാരൻ നായർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി സ്ഥാനവും മറ്റും കിട്ടിയത്. ആ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ക്രിസ്തീയ സഭകളും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. കാരണം രമേശ് ചെന്നിത്തല VD സതീശിനേക്കാൾ ഫ്ലെക്സിബിൾ ആണ്, കടുംപിടുത്തം കുറവായിട്ടുള്ള ആളായതിനാൽ രമേശ് ചെന്നിത്തലയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും ഇതിലൊരു നല്ല സേ ഉണ്ടായിരിക്കും. വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച ശേഷം മുസ്ലിം ലീഗിന് ഹൈക്കമാൻഡുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് ചാനൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രമേ ഫൈനൽ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുള്ളൂ. എൻ്റെ അഭിപ്രായ പ്രകാരം മുസ്ലിം ലീഗ് കൂടുതൽ സാധ്യത സപ്പോർട്ട് ചെയ്യാൻ രമേശ് ചെന്നിത്തലയാണ്. കാരണം ഫ്ലെക്സിബിൾ ആണ്. VD സതീശനെ പോലെ മുറുകി നിൽക്കുന്ന ഒരു സ്വഭാവം രമേശ് ചെന്നിത്തലത്തേക്ക് ഇല്ലാത്തതിനാൽ തീർച്ചയായിട്ടും VD സതീശനേക്കാൾ കൂടുതൽ IUML സപ്പോർട്ട് ചെയ്യാൻ സാധ്യത രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെ വരുന്ന പക്ഷം ചീഫ് മിനിസ്റ്ററായിട്ട് രമേശ് ചെന്നിത്തലയും നമ്പർ 2 ഒരുപക്ഷെ ആഭ്യന്തരം കൈയാളുന്നത് VD സതീശനുമായിരിക്കാനാണ് വരുന്ന വേളയിൽ സാധ്യത. ഇത് എല്ലാം സാധ്യതയും പ്രവചനവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെസ്സേജുകൾ, എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻ്റായി അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.